or anybody? പ്രയറിന് റെഡി ആണോ ആരെങ്കിലും? I'm ready, Miss. Okay. They shall be showers of blessing. This is the promise of love. They shall be season refreshing. Then from the Savior above. Showers of blessing. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Okay, Miss. Thank you. Okay, Needu. Then അപ്പോൾ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം എന്തായിരുന്നു ഹെൽത്ത്? എന്തായിരുന്നു ഹെൽത്ത്? ഹെൽത്ത് എന്ന് വെച്ചാൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റുകളെല്ലാം ചേർന്നതാണ് ഹെൽത്ത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരാൾ ഹെൽത്തി ആണെന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരാൾക്ക് ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത്. ശാരീരികമായും മാനസികമായുമുള്ള ക്ഷേമത്തെയാണ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ രോഗമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല. ഓക്കെ, ദെൻ ഹൈജീൻ എന്തായിരുന്നു? ഹെൽത്തി To prevent diseases and a good habit that follow activity are called hygiene. ഓക്കെ, നമ്മൾ എന്താണ് ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടി അല്ലെ, അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളെയാണ്, പ്രാക്ടീസസിനെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെയിലി ബാത്ത് ചെയ്യുക, 2 times ബ്രഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ, ആക്ടിവിറ്റീസിനെയാണ് ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തായിരുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു? Health education means the study of health. പറയുന്നത് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, എന്താണ് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒരാളുടെ ഹെൽത്ത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഓക്കെ, അതിനെയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്കോപ്പ്, അതിന്റെ എന്തായിരുന്നു സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ റിജു, സെക്കൻഡ് പേജ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഓക്കെ, നമുക്കറിയാം കുട്ടികളിൽ എങ്ങനെയാണ് ചെറിയ പ്രായത്തില് കുട്ടികൾ ഫോളോ ചെയ്യുന്ന ബിഹേവിയർ, സ്വഭാവങ്ങളായിക്കോട്ടെ, ശീലങ്ങളായിക്കോട്ടെ, ഓക്കെ, ഹൈജീൻ ആയിക്കോട്ടെ, അത് മുതിർന്നു കഴിയുമ്പോഴും അവരിൽ എന്താണ് അവശേഷിക്കുന്നതാണ് അല്ലെ. മുതിർന്നു കഴിയുമ്പോഴും അവർ ഫോളോ ചെയ്യുന്നത് കൂടുതലും എന്തായിരിക്കും? നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത്, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, നമ്മുടെ ശീലങ്ങൾ എന്തായിരുന്നു, ആ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു കുട്ടി മുതിർന്നു കഴിയുമ്പോഴും ഫോളോ ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണോ? ഒരു പ്രോവർബ് ഉണ്ടല്ലോ, എന്തായിരുന്നത്? തൊട്ടയിലെ ശീലം ചുടലവരെ. അല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ പഠിച്ചത്, ആ ശീലങ്ങൾ, ആ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ തന്നെയായിരിക്കും മുതിർന്നു കഴിയുമ്പോഴും നമ്മളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കൂളുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? കുട്ടികളിൽ ഇത്തരത്തിലുള്ള നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽത്തിനെ കുറിച്ചാണെങ്കിലും ഹൈജീനെ കുറിച്ചുള്ള നോളജ് ആണെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട്, ഓക്കെ, ഇത്തരത്തിലുള്ള നോളജുകൾ ഉണ്ട് എന്ന് മനസ്സിലാകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ, സ്കൂളുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, പിന്നെന്താണ്? അതേപോലെ തന്നെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു? ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്താണ് ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു, അതെല്ലാം നാളത്തെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം?
എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്നൊരു കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചു അത് നാളത്തെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. എന്താണ്? ഇന്നത്തെ ഓരോ കുട്ടിയുമാണ് നാളത്തെ സൊസൈറ്റിയിലെ പൗരന്മാരായിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ എന്താണോ പഠിച്ചത് അത് മുതിർന്നു കഴിയുമ്പോൾ നാളെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപഴകുമ്പോൾ ആ കുട്ടി അത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നല്ല ശീലങ്ങൾ പഠിച്ചു വന്ന ഒരു കുട്ടിയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും എങ്ങനെയായിരിക്കും? നല്ല രീതിയിലായിരിക്കും ഒരു സൊസൈറ്റിയിൽ ഇടപഴകുന്നത്. ക്ലിയർ ആണോ? ആരാണ് മ്യൂട്ട് ചെയ്തേക്കുന്നത്? ഓക്കെ, വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണത്? സ്കൂളിൽ വെച്ച് കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു, അത് ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, ഹൈജീൻ റിലേറ്റഡ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ്സ്, എന്തായിരിക്കും ആ കുട്ടികളെ നാളെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷവും അതിനെക്കുറിച്ച് പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കൈയും അതേപോലെ മൗത്തും എന്താണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണമെന്ന് പഠിച്ച ഒരു കുട്ടി സ്കൂളിൽ വെച്ച് അത് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും വീട്ടിലും എന്ത് ചെയ്യും? ആ ഒരു രീതി ഫോളോ ചെയ്യില്ലേ? ഫോളോ ചെയ്യില്ലേ? നല്ല രീതികൾ, നല്ല ശീലങ്ങൾ അവൻ എന്താണ് സ്കൂളിൽ വെച്ച് എന്താണോ പഠിച്ചത് അത് വീട്ടിൽ വന്നും ആ കുട്ടി മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ പാരന്റ്സുമായിട്ട് ഡിസ്കസും ചെയ്തിരിക്കും. ഡിസ്കസ് ചെയ്യാറുണ്ടോ അങ്ങനെ? ഇപ്പൊ ചിലപ്പോൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാകും ടുമോറോ ഓൺവേഴ്സ് എന്ത് ചെയ്യണം, തനിയെ ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം, യൂണിഫോം തനിയെ ഇടാനായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൻ നാളെ മുതൽ എന്ത് ചെയ്യും? അതിന് ട്രൈ ചെയ്യും. അപ്പൊ പാരന്റ്സ് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ അവൻ സമ്മതിക്കുവോ? കുട്ടികളെ സമ്മതിക്കുവോ? അവരെന്ത് പറയും? തന്നെ ചെയ്തോളാമെന്ന് പറയും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, തനിയെ ചെയ്യണം എന്ന് പറയും, അല്ലെ? വാശി പിടിക്കും അങ്ങനെ. അപ്പൊ എന്താണ്, നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പാക്ട് അവരിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സ്കൂൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കഴിയുന്നതാണ്. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മൾ പാരന്റ്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഹാബിറ്റ്സ് എപ്പോഴാകുന്നത്? ഒരു കാര്യം ഒരു ദിവസം ഫോളോ ചെയ്താൽ അത് ഹാബിറ്റ് ആകുമോ? എപ്പോഴാ ഹാബിറ്റ് ആകുന്നത്? എല്ലാ ദിവസവും ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യണം. ഡെയിലി ലൈഫിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ചെറിയ ചെറിയ ശീലങ്ങൾ കുട്ടികൾ എന്താണ് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ മാത്രമാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്, ഒരു ശീലമായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? സോ സ്കൂൾ എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നാളത്തെ സൊസൈറ്റിയിലെ പൗരന്മാരാകുമ്പോഴും ഈ കാര്യങ്ങൾ തന്നെ, ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഒരു 3 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാ അതിൽ പറയുന്നത്? സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ലഭിക്കുന്നത്, ഒരു അടിത്തറ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്, അല്ലെ? സ്കൂൾ ഡേയ്സ്, ആ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും, അത് ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈജീൻ അതുപരമായിട്ടുള്ളതാണെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു നോളജ് ലഭിക്കുന്നതിനുള്ള ഫൗണ്ടേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് സ്കൂൾ ഡേയ്സ് ആണ്. ഓക്കെ, അപ്പൊ അത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്. പിന്നെന്താ പറയുന്നത്? അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കൂൾ അതോറിറ്റീസിന്റെ. ഓക്കെ, സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എങ്ങനെയുള്ള ബിൽഡിംഗ് ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്? നല്ല എയർ കിട്ടണം, നല്ല സൂര്യപ്രകാശം കിട്ടണം, ലഭിക്കുന്ന, അല്ലെ? ഓക്കെ, പിന്നെ പൊല്യൂഷൻ ഇല്ലാത്ത എൻവയോൺമെന്റ് ആയിരിക്കണം, അവൈലബിൾ ഫോർ ഡ്രിങ്കിങ്. ഓക്കെ. അപ്പൊ ഹെൽത്ത് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? സ്കൂൾ ഡേയ്സ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അതേപോലെ തന്നെ സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്തൊക്കെയായിരിക്കാം? എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ?
ഇപ്പൊ നമ്മൾ പറഞ്ഞ ആവശ്യത്തിന് എയർ ലഭിക്കണം, അതേപോലെ ആവശ്യത്തിന് നല്ല രീതിയിലുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഡയറക്ട്ലി കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത് അല്ലേ? അതുപോലെ പ്ലേ ഗ്രൗണ്ട് അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് പ്രാധാന്യമുണ്ട് അല്ലേ? ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരിക്കണം? ആ കുട്ടിക്ക് എന്തൊക്കെ വേണം? ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്തും ലഭിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചെറിയൊരു ബ്രേക്ക് കൊടുക്കേണ്ടതും എന്താണ്, വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചെറിയൊരു ബ്രേക്ക് എടുക്കാം അല്ലെ? ആ സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? PT പീരീഡ് നല്ലതാണ്. കരിക്കുലർ ആക്ടിവിറ്റീസ്, അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള, എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കാവുന്നതാണ്. എന്തൊക്കെയായിരിക്കാം? സിംഗിങ് സോങ്സ്, ഡാൻസിങ്. ഡാൻസിന് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാം. ദെൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സിംഗിങ്, ഡാൻസിങ്, ഡ്രോയിങ്. ഡ്രോയിങ്. ദെൻ അവർക്ക് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ ടൈമിൽ എന്താണ്, ആ ഒരു ബ്രേക്ക് ടൈമിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഡ്രോയിങ് നൽകാം, എംബ്രോയിഡറി വർക്കിംഗ്. ഓക്കെ. ദെൻ ഈവൻ എന്താണ് പ്രൊവൈഡ് ചെയ്യാം, എക്സസൈസ്, മെഡിറ്റേഷൻസ്, യോഗ, ഓക്കെ, ക്രാഫ്റ്റ് വർക്ക്, ഓക്കെ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അവർ ഹാപ്പി ആയിരിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ ബാക്കസ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് എന്താണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വേണം അല്ലെ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടുത്താം. അതേപോലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഓക്കെ, ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടുത്താം. അതേപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റ്. ദെൻ പിന്നെന്തായിരുന്നു, മെന്റൽ ഡെവലപ്മെന്റ്, മെന്റൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസുകളും പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് എങ്ങനെയാണ്, ഒരു കുട്ടി ഹെൽത്തി ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മളിപ്പോ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്തായിരുന്നു? സോഷ്യൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടി എല്ലാ ഫൗണ്ടേഷൻസ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂൾ കാലഘട്ടത്തിലാണ്. അതിന് പ്രോഗ്രാംസുകളിലൂടെയാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നോളജ് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? ദെൻ സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അവർക്ക് നല്ല ക്ലീനിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, പിന്നെ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, പിന്നെ മെന്റൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടും നല്ലൊരു എല്ലാ സൗകര്യങ്ങളും എൻവയോൺമെന്റൽ ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് റെനി. ഫിസിക്കൽ ആൻഡ് മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സ്കൂൾ മാനേജ്മെന്റ് അവിടെ ഒരുക്കിയിരിക്കണം കുട്ടികൾക്ക്. പിന്നെ ഒരുപാട് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കൊള്ളാവുന്ന ക്ലാസ് റൂമുകളായിരിക്കണം, വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ അവർക്ക് കൗൺസിലിങ്ങിനുള്ള സൗകര്യവും കുട്ടികൾക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ടാവണം. പിന്നെ എക്സസൈസ്, അങ്ങനെയുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. നമുക്ക് എന്താ പറയാ, എംബ്രോയിഡറി വർക്ക്, അതുപോലെ പാട്ട്, ഡാൻസ്, ഇങ്ങനെ ഓരോ പീരീഡുകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളും എന്താണ് ആ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? ദെൻ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തൊക്കെയായിരിക്കാം ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ എന്താകാം? പറയുന്നു, സമൂഹത്തെ വാർത്തെടുക്കുന്നതിനേക്കാൾ മെയിൻ ലക്ഷ്യം സൊസൈറ്റിയിൽ നല്ല പൗരന്മാരാകാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ഏറ്റവും നല്ല ഒരു ലക്ഷ്യം ഈ ഹെൽത്ത് എഡ്യൂക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റിയിൽ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുൻപ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എന്തായിരിക്കാം അതിൽ പറയുന്നത്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നതിനെ കുറിച്ച് നോളജ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് നോളജ് ലഭിക്കുന്നത് സ്കൂളിൽ നിന്നാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണെന്ന് പറയുന്നു. ഓക്കെ,
ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് ധാരാളം നോളജുകൾ ലഭിക്കുന്നുണ്ട്. ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള നോളജുകൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട് എങ്ങനെ അസുഖങ്ങൾ വന്നാല് തടയാം, ഓക്കെ, എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ പിന്നെന്തായിരിക്കാം? ഗുഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ്സ് എന്താണ്, ബാഡ് ഹാബിറ്റ്സ് എന്താണ്, ഓക്കെ. പിന്നെന്തായിരിക്കാം? ഗുഡ് ബിഹേവിയർ. രീതിയിൽ എങ്ങനെ പെരുമാറണം, ഓക്കെ. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ നോളജ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്. ഓക്കെ. ദെൻ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ. ദെൻ എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ഹ്യൂമൻ ആകാം, ഹ്യൂമൻ റിലേഷൻഷിപ്പുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഓക്കെ. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലല്ലേ സംഭവിക്കുന്നത്? വീട്ടിൽ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടിക്ക് ഇതെല്ലാം പറ്റുമോ? ഇത്തരം കാര്യങ്ങളിൽ എന്താണ് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയില്ല. അത് സ്കൂളിൽ എത്തുമ്പോഴാണ് അത്തരം നോളജ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഓക്കെ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നാണ്. ഓക്കെ. പിന്നെ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് എന്താ പറയുക? ടീം വർക്ക്. ടീം വർക്ക്. ഓക്കെ. ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത് എന്തായിരിക്കാം? മാം ഒന്ന് ഡ്രാഗ് ചെയ്യാമോ സ്ക്രീൻ? സ്ക്രീൻ. ഓക്കെ. സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാവോ റിജു? സെക്കൻഡ് പേജ്. ഓക്കെ. സെക്കൻഡ് ആൻഡ് തേർഡ് പേജ്. ഓക്കെ. ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത് എന്തായിരിക്കാം? ഫുഡ് റിലേറ്റഡ് നോളജ്. എന്തെല്ലാം നോളജ് ആയിരിക്കാം ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്? ഒരു സ്കൂളിൽ ചെല്ലുന്ന കുട്ടിക്ക് ഫുഡുമായി റിലേറ്റഡ് ബന്ധപ്പെട്ട് എന്തെല്ലാം നോളജ് ലഭിക്കുന്നുണ്ടാകാം? നല്ല ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. അസിയ. ക്ലീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലൈക്ക് ഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡുകൾ അല്ലെ, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു നോളജ് അല്ലെ, മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് കഴിയുന്നതാണ്. ദെൻ ഏത് രീതിയിലായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്? നല്ല രീതിയിൽ ചവച്ചരച്ച് ഫുഡ് കഴിക്കണം, അതിനെ കുറിച്ചൊരു നോളജ് ലഭിക്കുന്നതായിരിക്കും. ദെൻ പിന്നെന്തായിരിക്കാം? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. വെരി ഗുഡ് അല്ലെ, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം, ആ ഒരു നോളജ് ലഭിക്കുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കണം. ഓക്കെ. കറക്റ്റ് ടൈമില് ഫുഡ് കഴിക്കണം. ദെൻ ഓവർ ഈറ്റിംഗ് നല്ലതാണോ? ഓവർ ഈറ്റിങ്ങിനെ കുറിച്ച് ഒരു നോളജ് ലഭിച്ചാൽ ആ കുട്ടി എന്താണ്, അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് നിർത്തുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള നോളജ് ലഭിക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ആൻഡ് തേർഡ് പോയിന്റ് പറയുന്നു ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. എന്തൊക്കെയായിരിക്കാം പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കാം അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ. വാല്യൂ ഓഫ് ഫുഡ്. ഫുഡിന്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട്. വെരി ഗുഡ്. ഓക്കെ. ആൻഡ് തേർഡ് പോയിന്റ് ആണ് ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. എന്തൊക്കെ നോളജ് ആയിരിക്കാം ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്? How to keep environment clean. ഓക്കെ. എൻവയോൺമെന്റ് എങ്ങനെ ക്ലീൻ ആക്കണം, ഓക്കെ, എന്തിനു വേണ്ടി ക്ലീൻ ആക്കണം, ഓക്കെ, ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ നോളജ് ലഭിക്കും. ദെൻ Prevent diseases. അസുഖങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അസുഖങ്ങൾ എങ്ങനെ വരാതിരിക്കാം, വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ എന്ത് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നോളജ് ലഭിക്കുന്നതാണ്. ദെൻ പിന്നെന്തെല്ലാം ആയിരിക്കാം? അവരുടെ ബോഡി എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, നെയിൽസ് ഒക്കെ കട്ട് ചെയ്യണം കറക്റ്റ് ആയിട്ട്. നെയിൽസ് കട്ട് ചെയ്യണം, നെയിൽസ് ട്രിം ചെയ്യണം, അതേപോലെ തന്നെ ബോഡി എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. ദെൻ പിന്നെന്താണ്? ടോയ്ലറ്റ്സ്. ഓക്കെ. ടോയ്ലറ്റ്സുകൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ. അതൊരു പരിധിവരെ നമ്മളെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? റൂംസ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരിക്കണം, അല്ലെ, ടൈഡി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ. പിന്നെന്തായിരിക്കാം? ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സ്. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ നോളജ് ലഭിക്കുന്നതാണ്. ദെൻ ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. എന്തായിരിക്കാം? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് സ്കൂളുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ക്യൂറേറ്റീവ് മെഷേഴ്സ്
എന്തൊക്കെ ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കാവുന്നതാണ്? ഇപ്പൊ സപ്പോസ് ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ സമയത്ത് എന്താണ് കുട്ടികളിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മിക്ക കുട്ടികളിലും എന്താണ് കാഴ്ചക്കുറവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ, പ്രോപ്പർ ആയിട്ട് കേൾവിക്കുറവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഹെൽത്ത് ക്യാമ്പുകൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉണ്ടോ? അങ്ങനെയാണോ? ഒരു ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റാത്ത കുട്ടികളുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് ക്യാമ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ കുട്ടികളെ ഏർലി സ്റ്റേജിൽ തന്നെ ആ സിറ്റുവേഷൻ ഡിറ്റക്ട് ചെയ്യാനും അതെന്താണ് പാരന്റ്സിനെ അറിയിക്കാനും കഴിയുന്നതാണ്. ഓക്കെ, മയോപ്പിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. എന്താ മയോപ്പിയ? കണ്ണിനെ ബാധിക്കുന്നതാണ്. വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു മയോപ്പിയ ഉള്ള ഒരു കുട്ടിക്ക് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ തന്നെ ഗ്ലാസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ അസുഖത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇപ്പൊ മയോപ്പിയ ഗ്ലാസ് വെക്കുന്നത് മൂലം അത് മാറ്റിയെടുക്കാവുന്നതാണ്. അതല്ല ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഇൻ ഫ്യൂച്ചറിൽ അത് വഷളായിട്ട് മാറുന്നതാണ്. അസുഖം എന്താണ് വഷളായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ കുട്ടികളെ ഈ അസുഖങ്ങൾ നേരത്തെ തന്നെ ഏർലി സ്റ്റേജിൽ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അതേപോലെ മറ്റൊരു അസുഖമാണ് പയോറിയ. എന്താ പയോറിയ? മയോപ്പിയ എന്ന് പറഞ്ഞാല് ഫോർത്ത് പോയിന്റ് പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പല്ലുകൾ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു അസുഖമാണ്, ആ ഒരു കണ്ടീഷനാണ് പയോറിയ എന്ന് പറയുന്നത്. ഇതും ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നതിന് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അവരുടെ അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? സ്കൂളുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ കുട്ടികളുടെ ഏർലി സ്റ്റേജിൽ തന്നെ അസുഖങ്ങളെ കണ്ടെത്താനായിട്ടും അത് പരിഹരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് എന്താ അതിൽ പറയുന്നത്? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ കുട്ടികളുടെ ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? യോഗ ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ഡെയിലി റൂട്ടീനിൽ എന്താണ് ഒരു യോഗ ക്ലാസ് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെന്താ മെഡിറ്റേഷൻ ക്ലാസ് ഉൾപ്പെടുത്താവുന്നതാണ്. അതിലൂടെ എന്താണ് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, മെന്റൽ വെൽബീയിങ്ങിനും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസുകൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സ്കൂളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസുകൾ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സിക്സ്ത് പോയിന്റ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ. ഓക്കെ, എന്താണ് സിവിക് റെസ്പോൺസിബിലിറ്റി? കുട്ടികളിൽ പൗരബോധം വളർത്തിയെടുക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? എന്തൊക്കെയാ കുട്ടികളെ സംബന്ധിച്ച പൗരബോധം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? സിവിക് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കാം? ലീഡർഷിപ്പ്, നല്ല രീതിയിൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, അതെങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, കുട്ടികൾ മറ്റുള്ളവരോട് എങ്ങനെ ഷെയർ ചെയ്യാം, ഓക്കെ മറ്റുള്ളവരെങ്ങനെ കെയർ ചെയ്യാം, ഓക്കെ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂസ് കൊടുക്കാനായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്, അതേപോലെ പിന്നെന്താണ് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിപ്പിക്കാം. ദെൻ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് റെസ്പെക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അനുസരണ പഠിപ്പിക്കും. അനുസരണ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എന്താണ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൗത്ത് പ്രോപ്പർ ആയിട്ട് ഒരു ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്ത് കവർ ചെയ്യുക. അതൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ പ്രായത്തിൽ ഫോളോ ചെയ്യേണ്ട സിവിക് റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുട്ടിക്ക് എന്താണ് നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു 6 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എന്തൊക്കെ എയിംസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉള്ളത്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു?
to provide information about knowledge and hygiene. പോയിന്റ് വൈസ് പോയിന്റ് പറയേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അത് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുട്ടിക്ക് എന്തൊക്കെ ബെനിഫിറ്റാ ലഭിക്കുന്നത്? എന്തൊക്കെ ആയിരിക്കാം? ഹെൽത്തിനെ കുറിച്ചും കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചും പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും എല്ലാമുള്ള അറിവ് ലഭിക്കുന്നു. വെരി ഗുഡ്. അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലൂടെയാണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നേരത്തെ തന്നെ അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു അറിവ് കിട്ടും. അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അല്ലെ എങ്ങനെ അതിനെ തടയാം, വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഓക്കെ, തുടങ്ങിയവയെ കുറിച്ച് നോളജ് ലഭിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മെന്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെ ഫിറ്റ് ആവാം? മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഹൈജീൻ ഫോളോ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ദെൻ പൗരബോധം എന്തോ പൗരബോധം പൗരബോധം വളർത്തിയെടുക്കാനായിട്ട് ഇത്തരം ക്ലാസ്സസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്, അതേപോലെ തന്നെ പിന്നെന്താണ്, മൗത്ത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തതിനു ശേഷമായിരിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഫ് ചെയ്യുമ്പോഴും അതുപോലെ തുമ്മുമ്പോഴും എല്ലാം പ്രോപ്പർ ആയിട്ട് മൗത്ത് കവർ ചെയ്തിരിക്കണം, ഒരു ഹാങ്കർ ചീഫ് യൂസ് ചെയ്തിരിക്കണം. ദെൻ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ മുൻകരുതലുകൾ എടുക്കാനായിട്ട്, അല്ലെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂളും പരിസരവും അതേപോലെ വീടും പരിസരവും എന്താണ് ശുചിയായിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫുഡ്, നല്ല ഫുഡ് ഏതാണ്, എങ്ങനെയാണത്? ഓക്കെ, ഫുഡിനെ കുറിച്ചൊരു നോളജ് ലഭിക്കാനായിട്ട് കുട്ടികളെ ഈ സ്കൂൾ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണിത്? ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം നോളജാ ലഭിക്കുന്നത്? ഫുഡ് എങ്ങനെ കഴിക്കണമെന്നും അതുപോലെ ഫുഡ് കഴിക്കണമെന്നും ഓക്കെ നീതു, ഏത് കൈ കൊണ്ട് ഫുഡ് കഴിക്കണം? ചില കുട്ടികൾ 2 കൈയും വെച്ച് ഫുഡ് കഴിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? സ്കൂളിൽ എത്തുമ്പോൾ എന്താണ് ഒരു റൂട്ടീൻ ആയിട്ട് മാറും. ഏത് കൈ കൊണ്ട് പ്രോപ്പർ ആയിട്ട്, റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് അവന്റെ ഒരു റൂട്ടീൻ ആയിട്ട് മാറുന്നതാണ്, അല്ലെ? ദെൻ ടേബിൾ മാനേജ്, എന്തോ പ്രോപ്പർ ഹാൻഡ് വാഷ്, ഓക്കെ, ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ദെൻ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത്, എങ്ങനെ ക്ലീൻ ആക്കണം എന്നുള്ളതിനെ യൂസ് ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ, മനസ്സിലാക്കാനായിട്ട് ഒരു കുട്ടി പഠിക്കുന്നതാണ്. ഓക്കെ, ടേബിൾ മാനേഴ്സ്. ദെൻ ചെയ്യാനായിട്ട്, വെരി ഗുഡ്, ഷെയർ ചെയ്യാനായിട്ട് ഒരു കുട്ടി പഠിക്കുന്നതാണ്. ഓക്കെ, വാല്യൂ എന്നും രാവിലെ ചെയ്യേണ്ട പ്രാഥമിക കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ പിന്നെ കഴിച്ചതിന് ശേഷം ആ ടേബിൾ നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതൊരു ടേബിൾ മാനേഴ്സ് ആണ്, അത് പഠിക്കാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ വീടുകളിലാണെങ്കിൽ പാരന്റ്സ് ഹെൽപ്പ് ചെയ്യും, അല്ലെ? ഫുഡ് കഴിച്ചതിന് ശേഷം അവർ എഴുന്നേറ്റ് പോകും, എന്താണ് പാത്രമൊക്കെ അമ്മയായിരിക്കും എടുത്തോണ്ട് പോകുന്നത്, അല്ലെ? പക്ഷെ സ്കൂളുകളിൽ എങ്ങനെയാണ്? സ്കൂളുകളിൽ അവർ ഫോളോ ചെയ്യുന്ന റൂട്ടീൻ എന്താ? അവരെന്താ ചെയ്യുന്നത്? എന്താണ് അവര് തന്നെയാണ് ടൈ ചെയ്യേണ്ടത്, അല്ലേ? പാത്രം ണ്ടതും ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടതും അവരുടെ റെസ്പോൺസിബിലിറ്റി ആണിത്. ആ ഒരു ശീലം പഠിച്ചു വരുന്ന കുട്ടി മുതിർന്നു കഴിയുമ്പോഴും എന്താണ് അതെല്ലാം അവൻ തനിയെ ചെയ്യാനായിട്ട് പഠിക്കുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫുഡ് കഴിക്കുന്നതിന് മുന്നിട്ട് പ്രയർ സ്കൂളുകളിൽ ചെയ്യിക്കുന്നത് വീട്ടിൽ വന്നിട്ടും കുട്ടികൾ അതേപോലെ തന്നെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മെഡിക്കൽ ക്യാമ്പ്, ഈ പയോറിയ പോലെയുള്ള കുട്ടികളുടെ കണ്ണിനും പല്ലിനും ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ തിരിച്ചറിയാനും എത്രയും പെട്ടെന്ന് കണ്ടെത്താനായിട്ടും അത് പരിഹരിക്കാനായിട്ടും ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ എന്താണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, എങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, മറ്റുള്ളവരെ എങ്ങനെ കെയർ ചെയ്യാം,
മറ്റുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ്, കുട്ടികൾക്കുള്ള നോളജ് നൽകുന്ന ഒരു ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സ്കൂളുകളിൽ നിന്ന്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലൂടെയാണ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാവോ? ഏതാടാ? To provide information about health and hygiene. ഫസ്റ്റ് പോയിന്റ് അല്ലേ? ഫസ്റ്റ് പോയിന്റ് ആയിരുന്നില്ലേ? ഓക്കെ ഓക്കെ. അതിലെന്താ പറയുന്നത് അവര്? കുട്ടികൾക്ക് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും വ്യക്തമായ നോളജ് ലഭിക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനെ കുറിച്ചൊക്കെ നോളജ് ലഭിക്കുന്നത്? ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡെയിലി ബാത്ത് ചെയ്യണം, ടോയ്സ് എന്താണ്, ബ്രഷ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അതേപോലെ തന്നെ ഹൈജീൻ, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുഖങ്ങൾ തിരിച്ചറിയാനായിട്ടും അത് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാം നോളജ് ലഭിക്കാനായിട്ട് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലൂടെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബിറ്റ്വീൻ ആരാണ് ആക്ഷൻ സോങ്? ആരാണ് ആക്ഷൻ സോങ്ങിന് ആരൊക്കെ റെഡിയായി വന്നിരിക്കുന്നത്? ആരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? മാം ക്ലാസ് കഴിഞ്ഞു മാം ഇന്നത്തെ. ഇനി ആക്ഷൻ സോങ് ആണോ? നമുക്ക് ഡിസ്കഷൻ ടൈമാണിത്. എന്തോ എന്തോ ആക്ഷൻ സോങ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? തയ്യാറായിട്ടുണ്ട് ആക്ഷൻ സോങ് ചെയ്യാൻ. ഒന്ന് ചെയ്തോളൂ. പേരെന്താ? സഫ്വാൻ. പേരെന്തായിരുന്നു? ഫർസാന. മോന്റെ പേരാണ് സഫ്വാൻ എന്നുള്ളത്. ഫർസാന. ഫ്രൂട്ട്സുകളിലാണ് കളറും ഫ്രൂട്ട്സുകളും പരിചയപ്പെടുത്താൻ കുട്ടികൾക്ക്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ചെയ്തോളൂ. റൗണ്ട് ഗ്രീൻ, രണ്ട് നിറത്തില് ആപ്പിൾ ഉണ്ട്. റൗണ്ടിലാണ് ഗ്രീനും റെഡും ഉണ്ട് ആപ്പിൾ. I am an banana, yellow and long. യെല്ലോ കളറാണ്, ലോങ് ആയിട്ടാണ് ബനാന ഉള്ളത്. I am an melon, green and big. പച്ച കളറാണ്, വലിയ ഒരു ഫ്രൂട്ട്സ് ആണ്. I am an orange, round and yellow. ഉള്ളത്. I am an grape ആണ്, മുന്തിരിങ്ങ ഉള്ളത്. I am an berry, round and black. I am an blueberry, round and blue കളറിലാണ് ബ്ലൂബെറി. ആക്ഷൻ സോങ് ആയിട്ട് ചെയ്തൊന്ന് നോക്കട്ടെ. അത് ആദ്യമായിട്ട് ചെയ്യുന്നതിന് പേടിയില്ല. വേണ്ട, കൂളായിട്ട് ചെയ്തോളൂ. ആക്ഷൻ സോങ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ആക്ഷൻ വേണം. I am an apple, round and green. I am an banana, yellow and long. I am an orange, round and orange. I am an grape, round and purple. I am an berry, round and black. അപ്പൊ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി പെട്ടെന്ന് കുട്ടികൾക്ക് ആ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആദ്യമായി തന്നെ വീടിന്റെ മുന്നില് ആണല്ലേ? സാരമില്ല. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി നമുക്ക്
നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാം. വെരി ഗുഡ്. ദെൻ പിങ്കി. Yes, ma'am. റെഡി അല്ലേ? Yes. ഇവിടെ ലോഡ് ഷെഡിങ് ആണ്, അതുകൊണ്ട് ചിലപ്പോ ക്ലിയർ ആവില്ല, അറിയില്ല, നോക്കാം. ക്ലിയർ ആണല്ലോ. Okay. Hi children. Today we study about traffic signals. Are you ready? This is the representation of traffic signal through a beautiful picture. Okay, start. Red light, what do you say? I say stop, stop, right away. Yellow light, what do you say? I say wait, wait, right away. Green light, what do you say? I say go, go, right away. Thank you. ഓക്കെ പിങ്കി, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ദീപിക. യെസ് മാം. ഞാനൊരു ആക്ഷൻ സോങ് ആനിമൽസിന്റെ സൗണ്ട് അറിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വെരി ഗുഡ്. ആക്ഷൻ സോങ് ആണ്. ആക്ഷൻ സോങ് ആണ്. മാം കാണുന്നുണ്ടോ എന്നെ? ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ബാക്ക് ക്യാമറ ആണോ ഓൺ ആയി? ഇപ്പൊ ക്ലിയർ ആ. ഓക്കെ ഓക്കെ. Okay, ma'am. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O. And on his farm he had some ducks, E-I-E-I-O. Some quack, quack here, some quack, quack there. Here quack, there quack, everywhere quack, quack. Old MacDonald had a farm, E-I-E-I-O. And on his farm he had some horse, E-I-E-I-O. Some neigh here, some neigh there. Here neigh, there neigh, everywhere neigh. Old MacDonald had a farm, E-I-E-I-O. And on his farm he had some sheep, E-I-E-I-O. Some may here, some may there. Here may, there may, everywhere may. Old MacDonald had a farm, E-I-E-I-O. And on his farm he had some cows, E-I-E-I-O. Some moo here, some moo there. Here moo, there moo, everywhere moo. Old MacDonald had a farm, E-I-E-I-O. Thank you, ma'am. ഓക്കെ ദീപിക, നന്നായിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ ബാക്ക് ക്യാമറ ഓൺ ആയേക്കെന്ന് തോന്നുന്നു, അത് കാണാൻ പറ്റില്ല ദീപികനെ. ക്യാമറ ജസ്റ്റ് ഒന്ന് ബാക്ക് ആയി പോയതാണ്. ഓക്കെ ദെൻ വീണ. ശരി മാം. ചെയ്തു. ക്യാമറ ഓൺ ആക്കിക്കോളൂ. ക്യാമറ ഓൺ ആക്കി. കാണാൻ പറ്റുന്നുണ്ടോ? വാട്ടർമെലൺ സോങ് ആണ്. Watermelon, watermelon, red and sweet, yummy, 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 yummy. It's so sweet, it's so sweet. Watermelon, watermelon, red and sweet, Hey, 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 let's count the seed. Hey, 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 let's count the seed. 1, 2, 3. 1, 2, 3. ഓക്കെ വീണ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ? നമുക്ക് കളേഴ്സ് പഠിപ്പിക്കാം അല്ലേ? കളേഴ്സ് പഠിപ്പിക്കാം, കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. വെരി ഗുഡ്. ആ ഷെയ്ഡ്സ് ഒന്നല്ലേ പരിചയപ്പെടുത്താം കുട്ടികളെ? ഷെയ്ഡ്സ് പഠിപ്പിക്കാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ജെറീന. One finger, turn, 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 turning to caterpillar, cook, cook, cook. Two finger, turn, 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 turning to rabbit, cook, cook, cook. Three finger, turn, 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 turning to butterfly, fly, fly, fly. Four finger, turn, turn, turn,
turn into cat, meow, meow, meow. Five finger, turn, turn, turn. Turn into lion. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ദെൻ ജിജി. ജിജി ഇല്ല. ദെൻ ജിസ്ന. ഹലോ മാം, കാണാം? ഓക്കെ, ചെയ്തേ? ചെയ്തു. On, in, under, by. On, in, under, by. Where is the yellow ball? On the cup. On, in, under, by. On, in, under, by. Where is the pink ball? In the cup. Very good. On, in, under, by. On, in, under, by. Where is the green ball? Under the cup. Very good. On, in, under, by. On, in, under, by. On, in, under, by. Where is the red ball? By the cup. Very good. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാത്? എന്തൊക്കെ പഠിപ്പിക്കാം? കളേഴ്സ് പഠിപ്പിക്കാം. കളേഴ്സ് പഠിപ്പിക്കാം. പിന്നെ ഓൺ, ഇൻ, അണ്ടർ, ബൈ എവിടാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോങ് ആയിരുന്നു. ദെൻ മുഹസിന. Brush your teeth, brush them every day. Father, mother, brother, sister, brush them every day. Drink, drink, drink your milk, drink it every day. Father, mother, brother, sister, drink it every day. Eat, eat, eat your food, eat it every day. Father, mother, brother, sister, eat it every day. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ അസിയ. മ്യൂട്ട് ചെയ്യൂ അസിയ. Yes, ma'am. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. I am going to tell a short story about a rabbit named Benji. അസിയ വെയിറ്റ്. സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്ന ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് അല്ല. ഓക്കെ. പറയാൻ പറ്റുമോ മാം? ഓക്കെ. Once upon a time there lived a little bunny named Banji. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മുയൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു ബഞ്ചി. He was curious and loved to explore. അവനൊരു എക്സൈറ്റഡ് ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്ന ഒരു മുയലായിരുന്നു. ഒരു ദിവസം one day he saw a big juicy carrot in the field. ഒരു ദിവസം ബഞ്ചി ഒരു ഫീൽഡിൽ വലിയൊരു ക്യാരറ്റ് കണ്ടു. He couldn't resist to take a bite. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ഒരു കഷ്ണം എടുക്കാണ്ട്. So he did. മ്യൂട്ട് ചെയ്യാവോ ദിൽഷ? മ്യൂട്ട്. വേറെ ആരാണ് കേൾക്കുന്നത്? വേറെ ആരാണ്? ഒരാളും കൂടി ഉണ്ട്. ആരാത്?
പേര് അബ്ബാസ്. ഓക്കെ അബ്ബാസ്, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ കണ്ടിന്യൂ. So he couldn't take a bite. So അത് ഒരു കഷ്ണം കടിച്ചു, ക്യാരറ്റിൽ നിന്ന് ഒരു കഷ്ണം കടിച്ചു. Soon he heard a loud voice. Who is eating my carrot? അത്ര കടിച്ച ഉടനെ തന്നെ അതൊരു ശബ്ദം, ക്യാരറ്റ് ബെഞ്ചി ഒരു ശബ്ദം കേട്ടു. Who is eating my carrot? ആരാ എന്റെ ക്യാരറ്റ് കഴിക്കുന്നത്? Benji looked around and saw a farmer Gio who was working in the field. ബെഞ്ചി ലുക്ഡ് അറൗണ്ട്. ആരാ അത് സൗണ്ട് ആക്കിയത്? ഫാമർ ജിയോ. ഫാമറിന്റെ സ്ഥലമായിരുന്നു അത്. പണി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. He felt guilty for taking something that was not his. ബെഞ്ചിക്ക് കുറ്റബോധം തോന്നി, അവന്റെ അതല്ലാത്തൊരു സാധനം എടുത്ത് കഴിച്ചത് കൊണ്ട്. സോ ബെഞ്ചി ഫാമറിനോട് സോറി ചോദിച്ചു, ജിയോനോട് സോറി ചോദിച്ചു ഫോർ ഈറ്റിംഗ് ഹിസ് ക്യാരറ്റ് വിത്തൗട്ട് പെർമിഷൻ. പെർമിഷൻ ഇല്ലാത്ത ക്യാരറ്റ് കഴിച്ചതിന് ബെഞ്ചി പോയിട്ട് സോറി ചോദിച്ചു. സോ ദ മോറൽ ഈസ് ഫാമർ forgive ചെയ്തു ബെഞ്ചിനെ to make sure always ask permission before taking anything that wasn't his. So permission ചോദിച്ചതിന് ശേഷം ഫാമർ പറഞ്ഞു ചോദിക്കാതെ ഒന്നും കഴിക്കരുത്, ആരോടും ചോദിക്കാതെ കഴിക്കരുത്. So the moral is ask permission before taking something that does not belong to you. Be honest and apologize. So ആരോടും നമ്മളെ സാധനം അല്ലാത്തത് ആരോടും എടുക്കുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കാണ്ട് എടുത്തുകൂടാ. ആഫ്റ്റർ പെർമിഷനെ ചോദിച്ചെടുത്തൂടെ, അതല്ല ചോദിക്കാതെ എടുത്താൽ നമ്മൾ സോറി പറയണം. ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ അപർണ മിസ് ആണോ സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞിരുന്നത്? ആക്ടിവിറ്റീസ് ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, സ്റ്റോറി ആയിട്ട് അവതരിപ്പിക്കാൻ. പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു മോറൽ ഉണ്ടായിരിക്കണം സ്റ്റോറിക്ക്. ഓക്കെ മോറൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് മോഡുലേഷൻ എന്താണ് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എന്താണ് ശ്രദ്ധിച്ചായിരിക്കണം പറയേണ്ടത്. ഓക്കെ ആ ബോഡി ലാംഗ്വേജിലൂടെ കുട്ടികൾക്ക് മനസ്സിലായിരിക്കണം ഓക്കെ ഈ ക്യാരക്ടറിനെയാണ് പറയുന്നത്. ക്ലിയർ ആണോ? റീഡ് ചെയ്യുന്ന മോഡൽ എനിക്ക് തോന്നിയത്. ഓക്കെ ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് ആവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റേസ് ചെയ്യേണ്ട സ്ഥലത്ത് വോയിസ് റേസ് ചെയ്യിക്കണം. ഓക്കെ ആ ഫാമർ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, ആരാണ് എന്റെ ക്യാരക്ടർ എടുത്തതെന്ന്? റേസ് ചെയ്യിക്കാനായിട്ട്. ക്ലിയർ ആണ്? ബോഡി ലാംഗ്വേജ് അതേപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ നെക്സ്റ്റ് ടൈം എന്താണ് അപർണ മിസ്സിന്റെ ക്ലാസ്സിലാണെങ്കിലും ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റ് ചെയ്യാനായിട്ട് ആരാണെങ്കിലും. കേട്ടോ? നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു എഫേർട്ട് ആയിരുന്നു. ഓക്കെ ദെൻ നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നതിന് മുൻപ് കുട്ടികൾ നമ്മൾ പറഞ്ഞു നല്ല കാര്യങ്ങൾ, നല്ല ഹൈജീൻ ആണെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുട്ടികൾ എന്തോ നമ്മൾ ഈ വട്ടം ഈ പ്രാവശ്യം നമ്മള് ഇപ്പം ആശുപത്രി ചെയ്തവർക്ക് തന്നെ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റുമോ? അത് ഓരോരുത്തർ കഴിഞ്ഞ് പിന്നെയും ചെയ്യാൻ പറ്റത്തുള്ളൂ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പുതിയൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. അങ്ങനെ എല്ലാവർക്കും ആ ധൈര്യം ഒക്കെ കിട്ടണ്ടേ ഒന്ന് ഫേസ് ചെയ്യാനുള്ള, എല്ലാ ഓഡിയൻസിനെയും ഫേസ് ചെയ്ത് അല്ലേ ആക്ഷൻ സോങ് ഒക്കെ കാണിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. കേട്ടോ? ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? കുട്ടികൾക്ക് നല്ല ശീലങ്ങളുണ്ട്, ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ചില ചെറിയ ചെറിയ കുട്ടി ചീത്ത ശീലങ്ങളുണ്ട്. എന്തൊക്കെയാണത്? എന്തൊക്കെയായിരിക്കാം? ചെറിയ കുട്ടികളിൽ എന്താണ് കൂടുതലായിട്ടും കാണുന്ന ഒരു ബാഡ് ഹാബിറ്റ് ആണ് നഖം കടിക്കുക, നെയില് ബൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പെൻസിൽ കടിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ചെറിയ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലേ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? അത് മുതിർന്നാലും മാറില്ല. മുതിർന്നാലും നമ്മൾ ആ ശീലങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? നഖം കടിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലാവുമ്പോൾ പെൻസില് പേനയൊക്കെ കടിക്കാൻ തുടങ്ങും. ഓക്കെ അതും കൂടി കഴിഞ്ഞെന്താണ് മുതിർന്നു കഴിയുമ്പോൾ എന്താണ് സ്മോക്കിംഗ് പോലുള്ള ബാഡ് ഹാബിറ്റ്സിലോട്ടായിരിക്കും ഈ കുട്ടികൾ എത്തിച്ചേരുന്നത്. ക്ലിയർ ആണോ?
അപ്പൊ ചെറുപ്പത്തിലെ ഇത്തരം ശീലങ്ങൾ നമ്മൾ വിചാരിക്കുന്നതാണ് ചെറിയ നഖം കടിക്കുന്നതല്ലേ, വലുതാവുമ്പോൾ മാറിക്കോളെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, മുതിർന്നു കഴിയുമ്പോൾ അത് മറ്റു പല ശീലങ്ങളിലേക്കായിരിക്കും ആ കുട്ടിയെ ലീഡ് ചെയ്യിക്കുന്നത്. സ്മോക്ക് ചെയ്യുക, അത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ നെയിൽ കടിക്കുക, നഖം കടിക്കുക, പിന്നെന്താണ്, വിരലിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ ചപ്പുന്ന കുട്ടികളുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആ ദെൻ വഴക്കിടുന്നത് കുട്ടികളായിട്ട്, ഡ്രസ് കുറുമ്പെടുക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. ദെൻ ചില കുട്ടികൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ ഓക്കെ. ആ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. ആ മറ്റുള്ളവരുടെ സാധനം എടുക്കുന്ന കുട്ടികളില്ലേ, അവരുടെ പെർമിഷൻ ഇല്ലാതെ കുട്ടികളുണ്ട്. പറയുന്ന കുട്ടികളുണ്ട്. എന്തോ നുണ പറയുന്ന കുട്ടികളുണ്ട്. നുണ പറയുന്ന കുട്ടികളുണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ ഇതൊന്നും കൂടാതെ ജങ്ക് ഫുഡ് മാത്രം കഴിക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. ദെൻ ദേഷ്യം വരുമ്പോ വസ്തുക്കളൊക്കെ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. ദേഷ്യം വരുമ്പോ വെരി ഗുഡ്. ഓക്കെ, വലിച്ചെറിയുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. ദെൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മുഴുവൻ പുറത്ത് കളയുന്ന കുട്ടികളുണ്ട്. പ്രോപ്പറായിട്ട് കഴിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട് അല്ലേ? ഓക്കെ. ദെൻ മൊബൈൽ അഡിക്റ്റ് ആയ കുട്ടികളുണ്ട്. ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ ഓക്കെ. ആ കുട്ടികളുണ്ട് ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ എന്തെങ്കിലും കണ്ടിട്ടേ അത് ഇഷ്ടപ്പെട്ടാൽ അവരുടെ അടുത്ത് ചോദിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ കുട്ടികളുണ്ട്. അത് വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. അതേ മോഡൽ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? വാശി പിടിക്കുന്ന അവര് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് അവരറിയാതൊക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ അവരെ ശാസിക്കണം, അല്ലെങ്കിൽ അവര് തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ മോഷണത്തിലേക്ക് ഭാവിയിൽ അത് ശീലം മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എടുക്കാലോ എന്നുള്ള ഒരു ധൈര്യക്കാരൊരുക്കുക. മുതിർന്നു കഴിയുമ്പോൾ എന്താണ്, അത്തരത്തിലുള്ള സ്വഭാവങ്ങളിലേക്ക്, മോഷണം പോലുള്ള സ്വഭാവങ്ങളിലേക്ക് ആ കുട്ടി എന്താണ് മാറുന്നതാണ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ശീലങ്ങളും ചെറുപ്പത്തിലെ തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. നഖം കടിക്കുന്നതാണെങ്കിലും, പിന്നെ എന്താണ് വായിൽ കൈയിടുന്ന കുട്ടികളുണ്ട്, അതേപോലെ തന്നെ മൂക്കിൽ കൈയിട്ട് നടക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? പിന്നെന്താണ്, വെള്ളം കണ്ടാൽ അതിൽ ചാടി കളിക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചിലര് വിരല് കുടിക്കും. എന്തോ വിരല് കുടിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഇങ്ങനെ സമ്പർക്കം ചെയ്തോണ്ടിരിക്കുന്ന കുട്ടികൾ. ഓക്കെ ഓക്കെ. അങ്ങനത്തെ കുട്ടികളുണ്ട്. ദെൻ ആളെ കാണുമ്പോൾ ബഹുമാനിക്കാനുള്ള ചില പിള്ളേർ മടി കാണിക്കല്ലേ? ബഹുമാനിക്കാതെ. ഓക്കെ ഓക്കെ. ചില കുട്ടികളാണെങ്കിൽ ദേഷ്യം വരുമ്പോഴ് സ്വയം അള്ളി മുഖത്തെല്ലാം ഇങ്ങനെ നുള്ളി കീറി മുറിക്കുന്ന ചില കുട്ടികളുണ്ട്. പ്രോപ്പറായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സ്കൂളില് കുഞ്ഞുകുട്ടികള് LKG UKG 1-2 പിള്ളേരുണ്ട്. അവര് ടീച്ചർ വഴക്ക് പറഞ്ഞാലോ, അവരുടെ പ്ലേസ് അതായത് ഡോറിന്റെ അടുത്തുനിന്ന് മാറ്റിയിരുത്തിയാലോ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഷൗട്ട് ചെയ്ത് മുഖം തനിയെ അള്ളിക്കീറും. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, ഞാനത് ഫസ്റ്റ് ടൈം അയക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട് അല്ലേ? ദെൻ വഴക്ക് പറയുമ്പോ പിണങ്ങി പോകുന്ന കുട്ടികളുണ്ട്. ഹൈപ്പർ പോലുള്ള കുട്ടികൾ കൂടുതലാണ് കുട്ടികളുണ്ട്. ഓക്കെ. ദെൻ അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്ങനെയാ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇവരെ? പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ക്ലിയർ ആകുന്നില്ല. പറഞ്ഞു മനസ്സിലാക്കാം. ദെൻ പിന്നെ എങ്ങനെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ശീലങ്ങൾ മാറ്റിയെടുക്കാം? സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുക. ഗുഡ് ഹാബിറ്റ്സ് എന്താന്ന് ബാഡ് ഹാബിറ്റ്സ് എന്താന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാം. കഥകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ആക്ഷൻ സോങ്ങുകൾ, ഇത്തരം ആക്ടിവിറ്റീസുകളിലൂടെ കുട്ടികൾ എന്താണ് പഠിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ ആ പേര് മറന്നുപോയി, എന്തായിരുന്നു? ആക്ഷൻ സോങ് ചെയ്തില്ലേ, ട്രാഫിക് ലൈറ്റ്സിന്റെ. ഓക്കെ, അപ്പൊ എന്താണ് അത്തരത്തിലുള്ള ആക്ഷൻ സോങ്ങിലൂടെ ആ റെഡ് ലൈറ്റ് കണ്ട് അവിടെ നിൽക്കണം എന്നുള്ള ഒരു ഐഡിയ കുട്ടിയിലേക്ക് ജനിക്കുന്നുണ്ട് അല്ലെ? ആ കുട്ടിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിലുള്ള പല സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ ആക്ഷൻ സോങ് ആണെങ്കിലും മോറൽ സ്റ്റോറീസ് ആണെങ്കിലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്താണ്,
വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? വീഡിയോസ് കാണിച്ചു കൊടുക്കുക. ഗുഡ് ഹാബിറ്റ്സ്. വീഡിയോസ് നമ്മൾ പറയുന്നതിനേക്കാൾ ഇരട്ടി എഫക്റ്റ് ഉണ്ടാകുന്നപ്പോഴാ കുട്ടികൾ അത് കാണുമ്പോൾ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അറിവുണ്ട് അല്ലെ, കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാട്ടിക്കൊടുത്താല് എന്താണ്, ഇപ്പൊ നെയില് ബൈറ്റ് ചെയ്യുന്ന കടിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. നെയിൽ കടിച്ചാൽ എന്തൊക്കെ പറ്റും എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇരിക്കുന്ന ജംസുകളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ചെറിയ കാർട്ടൂൺ മോഡൽ വീഡിയോസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാട്ടിക്കൊടുത്താൽ എന്താണ്, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കുട്ടികൾ അവെയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോസ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇനി അത് മെത്തേഡ്സ് വീട്ടിലുള്ളവരുടെ കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കുട്ടികൾ എങ്ങനെയാ മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. മുതിർന്നവർ എന്ത് ചെയ്താലും നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും കുട്ടികൾ അത് അബ്സോർബ് ചെയ്യും അല്ലെ. അവരെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുതിർന്നവരും പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ എന്താണ് ഡിസ്പ്ലേ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരും ആ കാര്യങ്ങൾ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതും അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ മുതിർന്നവരും അതിൽ കുറെ എന്താണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. എന്താണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് കൂടാതിരിക്കുക, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഒരു കുട്ടി, ജനിച്ചു വീഴുന്ന കുട്ടി ബാഡ് വേർഡ്സ് പഠിച്ചിട്ടാണോ ഭൂമിയിലേക്ക് വരുന്നത്, നമ്മുടെ ഇവിടേക്ക് വരുന്നത്? അല്ല. അറിവ് കിട്ടുന്നത് എവിടെയാ? വേർഡ്സ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാ, പഠിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ നിന്ന് അവര് ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും. അവൻ ജീവിക്കുന്ന സറൗണ്ടിങ് ചുറ്റുപാടിൽ നിന്നാണ് കുട്ടികൾ എല്ലാ നോളജും ഗെയിൻ ചെയ്യുന്നത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഇപ്പൊ ചീത്ത വേർഡ് പഠിച്ചെടുക്കുന്ന ഒരു കുട്ടിക്ക് അതേ കുട്ടിക്ക് തന്നെ എന്താണ് നല്ല കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. റൈറ്റ് അല്ലെ? അപ്പൊ കുട്ടികളെ ഇടപഴകുന്ന സ്ഥലങ്ങൾ, അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണ് പല കാര്യങ്ങളും അവൻ പഠിച്ചെടുക്കുന്നത്. അപ്പൊ മുതിർന്നവരുടെയും പങ്ക് എന്താണ്, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. കുട്ടികൾക്കിടയിൽ അവരുള്ളപ്പോ എന്താണ് ചീത്ത വാക്കുകൾ യൂസ് ചെയ്യാതിരിക്കുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഇത്തരം ബാഡ് ഹാബിറ്റ്സുകൾ മാറ്റിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? Importance of health education. Health education important. Activities of the health education. സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ്? മെയിൻലി there are six objectives. ഏതൊക്കെയായിരുന്നു? Providing about health and hygiene. About health and hygiene. Then to maintain norms of food health. To make it to make precautionary and preventive measures. Okay. Then to take curative measures. നിങ്ങൾ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും അത് ഏർലി സ്റ്റേജിൽ തന്നെ പരിഹരിക്കാനും ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ പിന്നെന്തായിരുന്നു? പിന്നെ മെന്റലി ആക്ടിവിറ്റീസുകൾ അല്ലെ, മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ 6th പോയിന്റ് വിച്ച് ഈസ് എന്തായിരുന്നു? പൗരബോധം സിവിക് റെസ്പോൺസിബിലിറ്റി. പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, സിവിക് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാനായിട്ട് അത് പഠിപ്പിക്കാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്കൂൾ അറ്റ്മോസ്ഫിയർ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. ഇൻസൈഡ് ദ സ്കൂൾ. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്കൂൾ. ആ രണ്ട് ചെറിയ ടോപ്പിക്കാണ്. അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ മാം, ഈ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞത് മാം ക്ലാസ് റൂമിൽ അത് ഇടുവോ? ഇതിന്റെ PDF നിങ്ങളുടെ കയ്യിലില്ലേ? നോട്ട്സ് കയ്യിലില്ലേ ഇതിന്റെ? ഉണ്ട്. അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് ഓക്കെ. അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതിന്റെ ചെയ്തോട്ടെ മാം. ഇതിന്റെ PDF ഓൾറെഡി എന്താണ് എന്തോ? ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am.